ശ്രീ ബൈജു തിട്ടാല, അദ്ദേഹം കേംബ്രിഡ്ജ് മുൻ മേയർ കൂടിയാണ്. ശ്രീ ബൈജു തിട്ടാല, മറ്റൊരു കാര്യം കൂടി വരികയാണ്. ഇപ്പോൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇന്ത്യ തുടരുക തന്നെ ചെയ്യും. അപ്പോൾ അമേരിക്കയിൽ നിന്ന്, വൈറ്റ് ഹൗസിൽ നിന്ന് അടുത്ത കാര്യം വരികയാണ്. അവിടെ റഷ്യയെ ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ സമയത്ത് യുക്രൈനിൽ അധിനിവേശം നടത്തുന്ന റഷ്യയെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന രീതിയിലുള്ള ഇടപാടുമായി ഇന്ത്യ മുന്നോട്ട് പോവുകയാണ്. അത് യുക്രൈൻ അധിനിവേശത്തെ ഇന്ത്യ അനുകൂലിക്കുന്നതിന് തുല്യമാണ്. ഇതാണ് വൈറ്റ് ഹൗസിൻ്റെ പ്രതികരണം വരുന്നത്. സ്റ്റീഫൻ മില്ലർ ഇക്കാര്യം പറഞ്ഞു കഴിഞ്ഞു. ലുക്ക് മഞ്ജുഷേ, ഇതിന്റെ യഥാർത്ഥ മെസ്സേജ് നോട്ട് ടു ഇന്ത്യ, ദ മെസ്സേജ് ടു ചൈന, റഷ്യ, അവർക്കാണ് ഈ കൃത്യമായ മെസ്സേജ്. ഇതിന് ഇന്ത്യയെ ഒരു ടൂളാക്കി മാറ്റുന്നു എന്നുള്ളതാണ് ഇതിനകത്തൊരു വസ്തുത. അതിൻ്റെ കാരണം നമ്മൾ അല്പം പുറകോട്ട് പോകണം. അതായത് ഈ നമ്മുടെ യുക്രൈനിയൻ പ്രസിഡന്റ് സെലൻസ്കിനെ വൈറ്റ് ഹൗസിൽ വിളിച്ചിട്ട് ബുളി ചെയ്ത് വെച്ച് ഇപ്പം നീ ഞങ്ങളുടെ വഴിക്ക് വന്നില്ലെങ്കിൽ ഇപ്പം ശരിയാക്കി കളയും എന്ന് പറഞ്ഞ അതേ ട്രംപ് ആ അഭ്യാസം പുടിൻ്റെ അടുത്ത് ഇറക്കാനാണ് ശ്രമിച്ചത്. അതവിടെ വില പോകില്ല. പല മീറ്റിങ്ങുകളിലും പുടിൻ കോപ്പറേറ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പരസ്യമായ രഹസ്യമാണ്. അപ്പം ഇതിൽ യഥാർത്ഥ വസ്തുത ഇതിൻ്റെ മറ്റൊരു മൾട്ടി ഡയമെൻഷനാണ് ഈ ഇഷ്യൂ. അതിൻ്റെ മറ്റൊരു ഈ നമ്മൾ 1947 മുതൽ ഇന്ത്യക്ക് അമേരിക്കയുമായി ഏതാണ്ട് ഒരു നല്ല ഒരു എന്നാ പറയുന്ന ഒരു നോൺ അലൈൻമെൻറ്റ് ഒരു പോളിസിയാണ്. സേവ് ഫോർ നിക്സണിൻ്റെ സമയത്തുണ്ടായിരുന്ന ആ ഒരു കാലഘട്ടം ഒഴിച്ചാൽ ഒരു വളരെ കമ്പല്ലിങ് ആയിട്ടുള്ള ഒരു ബയലാറ്ററൽ എഗ്രിമെൻ്റാണ്, അല്ലെങ്കിൽ ഒരു ഡിപ്ലോമസിയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നത്. അത് ഏതാണ്ട് കഴിഞ്ഞ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനിലും ഇന്ത്യയുമായി ഏതാണ്ട് സാമാന്യം മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു. പിന്നീട് ഈ ബയലാറ്ററൽ ഈ ഡയലോഗ്, ഈ ബന്ധം വഷളാകാൻ തുടങ്ങി. ഈ വഷളാകാൻ തുടങ്ങിയതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ് നമ്മൾ അവിടുത്തെ നമ്മുടെ ആസിം മുനീറിനെ ലഞ്ചിന് വിളിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ ഈ സ്റ്റാൻഡ്, ഈ ട്രേഡ് യൂണിയൻ, ഈ UK ഇന്ത്യ ആയിട്ടുള്ള ട്രേഡ് യൂണിയൻ ഒന്നും അദ്ദേഹത്തിന് അത്ര ഹാപ്പി ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ട്രേഡ് യൂണിയൻ്റെ എന്താണ് അതിൻ്റെ ബെസ്റ്റ്, അത് എന്താണ്, വാട്ട്സ് ഗോയിങ് ടു ബ്രിങ് ഔട്ട് ഓഫ് ഇറ്റ്, അതവിടെ നിൽക്കട്ടെ. അത് നിൽക്കുമ്പോൾ തന്നെ എന്താണ് ഇതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യക്ക് ഈ ട്രേഡ് ഡീൽ കിട്ടുന്നത് എന്നിരിക്കെ തന്നെ ഈ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ മൂവ്മെൻറ്റുകൾ പലതിലും റഷ്യയുടെ ബാക്കിങ്ങും ചൈനയുടെ ബാക്കിങ്ങും ഉണ്ട് എന്നുള്ളതാണ് ട്രംപിൻ്റെ ഒരു റീഡിങ് എന്നുള്ളതാണ് എൻ്റെ ഒരു റീഡിങ്. അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിൻ്റെ അകത്തുണ്ട്, ഇന്ത്യ ഇതിൻ്റെ അകത്ത് ഈ നമ്മുടെ ബയലാറ്ററൽ അല്ലെങ്കിൽ ഈ ഫോറിൻ പോളിസിയിൽ ഗുരുതരമായ മാറ്റം ഉണ്ടാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിന് ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഇറാൻ ഈ ഇസ്രായേൽ ഇൻവേഷൻ ഉണ്ടായപ്പോൾ നമ്മളുടെ സ്റ്റാൻഡ് പല ഇൻ്റർനാഷണൽ മാധ്യമങ്ങളും എടുത്ത് ചോദിച്ചതാണ്, നമ്മുടെ സ്റ്റാൻഡ് എന്താണ്, നമ്മൾ എവിടെയാണ്. അപ്പോൾ അതിൽ കൃത്യമായ പണ്ടത്തെ കാലങ്ങളിലൊക്കെ നമ്മളൊരു എന്നാ പറയുന്നത് ഒരു നോൺ അലയൻസ് രീതിയിൽ, ഒരു നെഗോഷിയേറ്ററിൻ്റെ ഒരു മീഡിയേറ്ററിൻ്റെ ഒക്കെ രീതിയിൽ നമ്മൾ മുമ്പിലിറങ്ങുന്ന ഒരു കാലം അതാണ് ഇന്ത്യയുടെ ഹിസ്റ്ററി. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി UN സെക്യൂരിറ്റി കൗൺസിൽ പാകിസ്ഥാൻ, ചൈന, റഷ്യ, അവർ 3 രാജ്യങ്ങളുടെ കൂടി ഒരു റെസൊല്യൂഷൻ കൊണ്ടുവരികയാണ് സീസ് ഫയറിന് വേണ്ടിയിട്ട്. വേർ വാസ് ഇന്ത്യ? അപ്പോൾ നമ്മൾ എവിടെയും തൊടാതെ നമ്മൾ കൃത്യമായി വിഡ്രോ ചെയ്ത് ഈ നമ്മുടെ ഫോറിൻ പോളിസികളിൽ വിഡ്രോ ചെയ്ത് ബാക്കിലേക്ക് മാറി നിൽക്കുകയും അതായത് സ്വാഭാവികമായും ഈ ഇൻ്റർനാഷണൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇന്ത്യക്ക് ഉണ്ടായിരുന്ന ഒരു റോൾ ഉണ്ടായിരുന്നു. അത് എങ്ങനെ സെറ്റിൽ ചെയ്യാം, അല്ലെ അതിലൊരു മീഡിയേറ്റർ ആവുക, അല്ലെങ്കിൽ അതിലൊരു നെഗോഷിയേറ്റർ ആവുക, ആ ഒരു റോളായിരുന്നു ഹിസ്റ്റോറിക്കലായി ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. നമ്മൾ അതിൽ നിന്നും പല തലങ്ങളിൽ നിന്നും ബാക്കിലേക്ക് വരികയാണ്. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. അപ്പോൾ നെഹ്റുവിൻ്റെ കാലഘട്ടങ്ങളിലൊക്കെ നമ്മൾ ഒരു നോൺ അലൈൻമെൻറ്റ്, നമ്മൾ ഈ അതിനൊരു മലയാളം പേരാണ് എനിക്കറിയാം, ഈ നോൺ അലൈൻമെൻറ്റ്, ആ നോൺ അലൈൻമെൻറ്റിലൊക്കെ നമ്മൾ മാറി, എക്സാക്ട്ലി ചേരിചേരാ നയം, നമ്മൾ അതിൽ നിന്നൊക്കെ മാറിപ്പോകുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇത് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളത് എനിക്കൊരു സംശയമില്ല. ഇതിൽ താങ്കൾ എന്തായാലും ഇന്ത്യയുടെ നയത്തെ ഈ വിഷയത്തിൽ
ട്രംപിന്റെ ഭീഷണിക്ക് വഴങ്ങാത്ത ഈ നയത്തിൽ താങ്കൾ അനുകൂലിക്കുകയാണ് എന്തായാലും അല്ലേ? അല്ല, ഞാൻ മഞ്ജുഷ് ട്രംപിന്റെ നയത്തിൽ ഇന്ത്യ വീണില്ല എന്ന് മഞ്ജുഷ് പറഞ്ഞ എവിടുന്ന്, വേർ ഡിഡ് യു റീഡ് ഇറ്റ്? ആ സ്റ്റേറ്റ്മെന്റിലാണോ? ഞാൻ ആ സ്റ്റേറ്റ്മെന്റ് വായിച്ചിട്ട് അത് കണ്ടില്ല. അത് കഴിഞ്ഞെന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായത് അല്ലല്ല, ആ സ്റ്റേറ്റ്മെന്റിൽ താങ്കൾ ഇന്ത്യ ഇത് എണ്ണ വാങ്ങുന്നതിൽ നിന്ന് പിന്മാറില്ല അങ്ങനെ ഒരു പോയിന്റിലേക്ക് വരുന്നില്ല അല്ലേ? അങ്ങനത്തെ റീഡിങ് ഞാൻ കണ്ടില്ല. ഞാൻ അതിന് ആ ഫസ്റ്റ് പാരഗ്രാഫിലെ ഈ സെക്കൻഡ് സെന്റൻസ്, ഇൻഫാക്ട് ഇന്ത്യ ബീങ് ഇമ്പോർട്ടിംഗ് ഫ്രം റഷ്യ ബിക്കോസ് ട്രഡീഷണൽ സപ്ലൈസ് were diverted to Europe after the outbreak of the conflict. The United States at the time actively encouraged such imports by India for strengthening global energy market sustainability. ഇതൊരു മിറ്റിഗേഷൻ ആയാണ് നമ്മൾ പറയുന്നത്, ഡിഫൻസ് അല്ല. അതായത് അമേരിക്ക അന്ന് ഇന്ത്യയെ പ്രോത്സാഹിപ്പിച്ചിരുന്നു, റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിനെ പ്രോത്സാഹിപ്പിച്ചിരുന്നു അല്ലേ? കാരണം പരമ്പരാഗത എണ്ണ സപ്ലൈസ് അവര് മറ്റു മാർക്കറ്റുകൾ തേടി പോയത് കൊണ്ട് അല്ലേ? അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ അതിനൊരു മിറ്റിഗേഷൻ വെക്കാനാണ് ശ്രമിക്കുന്നത്. എനിക്ക് ഈ സ്റ്റേറ്റ്മെന്റ് മിറ്റിഗേഷൻ ആയിട്ടാണ് മനസ്സിലായത്. അതായത് ഇതൊരു ഡിഫൻസ് ആയിട്ടല്ല, നമ്മളിത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടില്ല. ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ്, ആറാമത്തെ പോയിന്റ് താങ്കൾ വായിച്ചാൽ, ഇൻ ദിസ് ബാക്ക്ഗ്രൗണ്ട് ദ ടാർഗറ്റിംഗ് ഓഫ് ഇന്ത്യ ഈസ് അൺജസ്റ്റിഫൈഡ് ആൻഡ് അൺറീസണബിൾ. അതായത് ഇന്ത്യ എന്തായാലും ഭീഷണിക്ക് വഴങ്ങില്ല എന്ന് തന്നെയല്ലേ അത്? നോ കമോൺ, അതെവിടെയാ? അതിന്റെ അർത്ഥം അതല്ലല്ലോ. അതായത് ഇത് അൺജസ്റ്റിഫയബിൾ ആണ് നിങ്ങൾ പറയുന്നത്. അതിന്റെ അൺജസ്റ്റിഫയബിൾ ആൻഡ് അൺറീസണബിൾ ആൻഡ് വി വിൽ നോട്ട് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് എ ചാലഞ്ച്. ലൈക്ക് എനി മേജർ എക്കോണമി, ഇന്ത്യ വിൽ ടേക്ക് ഓൾ നെസസറി മെഷേഴ്സ് ടു സേഫ് ഗാർഡ് ഇറ്റ്സ് നാഷണൽ ഇൻട്രസ്റ്റ് ആൻഡ് എക്കണോമിക് സെക്യൂരിറ്റി എന്നുള്ളതാണ്. ഈ എനർജിയുടെ കാര്യത്തിൽ നാഷണൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് അടിയറ വെക്കുന്ന ഒന്നും അല്ലല്ലോ. അല്ല, ഇതിലങ്ങനെ വ്യക്തമായി പറയുന്നില്ലല്ലോ. ഞാൻ ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് ഇതൊരു പ്ലീഡിംഗ് ആയിട്ടാണ്. അതായത് ഇതൊരു മിറ്റിഗേഷൻ. ഇന്ന കാരണം യൂറോപ്പ് മേടിക്കുന്നുണ്ട്, നിങ്ങൾ മേടിക്കുന്നുണ്ട്, ഞങ്ങളും മേടിക്കുന്നുണ്ട്, പിന്നെ ഇതിന് ഞങ്ങളോട് ഇത്ര പ്രശ്നം ഉണ്ടാക്കുന്നു. ശരി, എം.എസ്. വേണുഗോപാൽ, അങ്ങനെ ഒരു റീഡിംഗ് താങ്കൾ കാണുന്നുണ്ട്? എന്തായാലും ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. വിദേശ മന്ത്രാലയത്തിന്റെ ഈ വാർത്താക്കുറിപ്പ് എടുത്തപ്പോൾ അഡ്വക്കേറ്റ് ബൈജു തിട്ടാല പറയുന്നത് പോലെ ഡയറക്റ്റ് ആയിട്ട് പറയുന്നില്ല. ഞങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങും, അതിന് അമേരിക്ക അതിന് ഇറക്കുമതി തീരുവ മറ്റു ഉൽപ്പന്നങ്ങൾക്ക് ചുമത്തിയാലും 25% ആക്കിയാലും പിഴച്ചുങ്കം ചുമത്തിയാലും കുഴപ്പമില്ല. അങ്ങനെ ഒരു ഡയറക്റ്റ് ബേഡിംഗ് ഇല്ല എന്നാണ്. അങ്ങനെ ഒരു ഡയറക്റ്റ് സ്റ്റാൻഡ് എടുക്കുകയാണ് നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. അത് ഇന്ദിരാഗാന്ധി ചെയ്തതാണ്. ഡയറക്റ്റ് സ്റ്റാൻഡ്, അതാണ് നിക്സൺ. അവിടെയാണ് ഇന്ദിരാഗാന്ധി കൃത്യമായ ഒരു സ്റ്റാൻഡ്. വേണുഗോപാൽ അതിനുള്ള മറുപടി, അദ്ദേഹം പൂർണ്ണമായിട്ടും ഇന്ത്യ ഈ സ്റ്റേറ്റ്മെന്റ്, വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സ്റ്റേറ്റ്മെന്റിനെ അംഗീകരിക്കുന്നയാളാണ്. അതായത് 30 വർഷം മുമ്പുള്ള ഒരു ലോകക്രമമല്ല ഇപ്പോൾ ഉള്ളത്. ആ ലോകക്രമത്തിലാണ് നമ്മൾ ചേരിചേരാ നയം. 2 ചേരി ഉണ്ടായിരുന്നു, അപ്പോൾ ചേരിചേരാ നയം എടുത്തു. ഇപ്പോൾ ഒരു ചേരിയുമില്ല. ഇപ്പം അവനവനിസമാണ് ലോകത്ത് നടക്കുന്നത്. ഓരോ രാജ്യവും അവൻ്റെ ഇഷ്ടമനുസരിച്ച് ചെയ്യുകയാണ്. ആരും സന്ധി വയ്ക്കാൻ പോകാറില്ല. അല്ലെങ്കിൽ എല്ലാവരും കൂടെ ചേർന്ന് ചെയ്യുന്നതിൽ ഒരു കൂട്ട് നിൽക്കുക എന്നല്ല.